ഇന്ന് ദേവൂസിൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ആട്ടോ. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. ഇവരൊക്കെ പി ടി എയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ പി ടി എയിലെ ആൾക്കാർ രാവിലെ വന്നിട്ട് എന്ത് ചെയ്യണം, കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം. അപ്പം ഇന്ന് വൈകിട്ട് ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വൈകിട്ടാണ് പരിപാടി. 5:30 പരിപാടി സ്റ്റാർട്ട് ചെയ്യും. രാത്രി ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫുഡും കാര്യങ്ങളും ഒക്കെ സ്കൂളിൽ പ്ലാസ്റ്റിക് നിരോധനത്തിൻ്റെ ഭാഗമായിട്ട് സ്റ്റീൽ പാത്രങ്ങളിലാണ് കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ പി ടി എയിലെ ആൾക്കാർ വന്നിട്ട് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ക്ലീനാക്കി വെച്ച് കൊടുക്കും കേട്ടോ രാത്രിയിലേക്ക്. ഇതാ പരിപാടിയുടെ ലിസ്റ്റ് ഇട്ടേക്കുന്നുണ്ട്. ഇതാ സെൽഫി ഫോൺ തിരിച്ചു വെച്ചപ്പോൾ കണ്ടോ തലതിരിഞ്ഞ്. അപ്പോൾ ഇനി അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ എനിക്കൊന്ന് നോക്കണം. ദേവൂസ് 2 പരിപാടിക്കുണ്ട്. ഒന്ന് തിരുവാതിരയ്ക്കും സംഘനൃത്തത്തിനും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കിയിട്ട് വേണം. അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ 5:30 ആകുമ്പോഴാണ് പ്രോഗ്രാം തുടങ്ങുന്നത്. പക്ഷെ 3 മണിയൊക്കെ ആകുമ്പോൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഷീൽഡുകളാണ് എല്ലാം സെറ്റാക്കി വെച്ചേക്കുന്നത്. അതും കൂടി ഒന്ന് നോക്കണം. മികച്ച പഠിതാവിനുള്ള അത്, പിന്നെ ശാസ്ത്രമേള, അങ്ങനെ ഓരോരോ മേളകളിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സമ്മാനദാനങ്ങൾ, ഷീൽഡുകളൊക്കെ ഉണ്ട്. അപ്പം 3 മണിയാകുമ്പോൾ ദേവൂസിനെ എനിക്ക് കൊണ്ടാക്കി കൊടുക്കണം സ്കൂളിൽ. അവളുടെ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ 3 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. കുട്ടികളുടെ ഡാൻസും പ്രോഗ്രാമും ഒക്കെ 8 മണിയാകുമ്പോഴാണ് കേട്ടോ തുടങ്ങുന്നത്. അപ്പം 3 മണിയാകുമ്പോൾ കൊണ്ടാക്കണം. ഇപ്പോൾ എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണം. പോകുന്ന വഴി കേട്ടോ, ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്, അമ്മമാരാണ് കുട്ടികളുടെ. അവരുടെ ഡാൻസ് ഉണ്ട് ഇന്ന്. അപ്പം അവർ 2 പ്രോഗ്രാം ഉണ്ട്, ഒപ്പനയ്ക്കും ഡാൻസിനും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഒക്കെ എല്ലാം കണ്ടിട്ട് ഇനി വൈകിട്ട്